നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. പിണറായി വിജയൻ സർക്കാർ കെയർടേക്കർ സർക്കാരായി മാറിയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇടതുമുന്നണിക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അഭിപ്രായം. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ വോട്ടെണ്ണലിൽ അപാകതയെന്ന് ആക്ഷേപം. റീകൌണ്ടിംഗ് ആവശ്യവുമായി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്രിസ്മസ് ദിനങ്ങൾക്ക് മധുരം പകർന്ന് കേക്ക് വിപണി സജീവം. ബേക്കറികൾ ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറ. പ്ലം കേക്ക് തന്നെ താരം. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി UDF-ൽ ചർച്ച തുടങ്ങി. ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാൻ UDF. ജില്ലാ പഞ്ചായത്തിൽ ജോഷി ഫിലിപ്പ് അധ്യക്ഷനായേക്കും. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇടത് സർക്കാർ കെയർടേക്കർ സർക്കാരായി മാറിയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോറ്റിയെ കേറ്റിയെ എന്ന ഇലക്ഷൻ പാരഡി ഗാനത്തിൽ വിവാദമുണ്ടാക്കുന്നത് വിഷയത്തെ വളച്ചൊടിക്കലാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പിണറായി വിജയൻ സർക്കാർ കെയർടേക്കർ സർക്കാരായി മാറിയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇടതുമുന്നണിക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് വെറും ഒരു കെയർടേക്കർ ഗവൺമെന്റ് മാത്രമാണ്. മറ്റൊരു ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കെയർടേക്കർ ഗവൺമെന്റ് മാത്രമാണ് എന്നുള്ളതാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം പോലും വളരെ പരിമിതമാണ്. എന്നാലും ഗവൺമെന്റ് പുതിയ പ്രഖ്യാപനം നടത്തി പോകുമെന്നാണ് പറയുന്നത്. കാരണം അവർ നിയമത്തെ അങ്ങനെ മാനിക്കുന്ന മട്ടൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവർ ആലോചിക്കണം. ജനങ്ങളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ്. അവർക്ക് ജനകീയ കോടതിയുടെ ശിക്ഷ കിട്ടിയവരാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ ഈ രാഷ്ട്രീയമായ വലിയ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ മാത്രമാണ് ഫലമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ച പാരഡി ഗാനം സംബന്ധിച്ച വിവാദം ഉയർത്തുന്നത് വിഷയം വളച്ചൊടിക്കലാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തങ്ങളെല്ലാം അയ്യപ്പ വിശ്വാസികളാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. നാളെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചെന്ന് ആരെങ്കിലും പറയുമോ? അതൊക്കെ വെറുതെ വളച്ചൊടിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ കുറ്റിയെ ശരണമയ്യപ്പ എന്നൊന്നും വിളിച്ചില്ലല്ലോ. ഞങ്ങൾ അതിനേക്കാൾ എത്രയോ ഞങ്ങൾ ഭക്തന്മാരായിട്ടുള്ള ആളുകളാണ്. ദശലക്ഷക്കണക്കിനുള്ള ഞങ്ങളുടെ ജനാധിപത്യ വിശ്വാസികൾ. അവരാ വിശ്വാസം അനുസരിച്ച് പോകും. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും അവരെ മനസ്സ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടായാൽ അതിനെ റെസിസ്റ്റ് ചെയ്യും. അത് പലവിധത്തിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടില്ലേ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി സംബന്ധിച്ച് UDF-ൽ ചർച്ചകൾ ആരംഭിച്ചു. നഗരസഭയിൽ പ്രാദേശിക ധാരണ ഉണ്ടാക്കിയ ശേഷം ജില്ലാതലത്തിൽ UDF ചേർന്ന് അന്തിമ ധാരണയിലെത്തും. കോട്ടയം ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാനാണ് UDF-ന്റെ ശ്രമം. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ ആരാകും എന്നത് സംബന്ധിച്ച് UDF-ൽ ചർച്ചകൾ തുടങ്ങി. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവി തീരുമാനിക്കാൻ പ്രാദേശിക തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു. ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, ലാലം, മാടപ്പള്ളി, പള്ളം, പാമ്പാടി, ഉഴവൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF ഭരിക്കും. നഗരസഭയിൽ പ്രാദേശിക ധാരണ ഉണ്ടാക്കിയ ശേഷം ജില്ലാതലത്തിൽ UDF ചേർന്ന് അന്തിമ ധാരണയിലെത്താനാണ് തീരുമാനം. കോട്ടയം ജില്ലയിൽ കോട്ടയം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഈരാറ്റുപേട്ട, വൈക്കം, പാലാ നഗരസഭകളിൽ ഭരണം ഉറപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഇതിൽ പാലാ നഗരസഭയിൽ മാത്രമാണ് UDF-ന് ഭൂരിപക്ഷം ഇല്ലാത്തത്. ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 സ്വതന്ത്രരുടെ നിലപാട് ഇവിടെ നിർണായകമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോഷി ഫിലിപ്പാകും ആദ്യ ടേമിൽ പ്രസിഡന്റ്. കേരള കോൺഗ്രസിന് ലഭിക്കുന്ന ടേം ജോസ്മോൻ മുണ്ടക്കലിന് നൽകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ വോട്ടെണ്ണലിൽ അപാകതയെന്ന് ആക്ഷേപം. റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി.
ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി ജോളി മടുക്കക്കുഴി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് 12ാം വാർഡായ പട്ടിമറ്റം നോർത്ത് 1ാം ബൂത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വോട്ട് എണ്ണിയതിൽ പിഴവ് സംഭവിച്ചു എന്ന് കാട്ടിയാണ് LDF സ്ഥാനാർത്ഥി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. പട്ടിമറ്റം നോർത്ത് ബൂത്തിൽ 614 ആളുകളാണ് വോട്ട് ചെയ്തത്. ജോളി മടുക്കക്കുഴിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2ാം മെഷീനിലെ വോട്ട് എണ്ണിയപ്പോൾ ഈ ബൂത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് 396 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 168 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 47 വോട്ടുമാണ് ലഭിച്ചത്. 2 വോട്ടുകൾ അസാധുവായി. റീകൌണ്ടിംഗ് നടത്തിയ പട്ടിമറ്റം ബൂത്തിൽ നിന്നും ജോളി മടുക്കക്കുഴിക്ക് 228 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു. ഈ ബൂത്തിലെ ലീഡ് തിരുത്തിയപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥിയായ തോമസ് കുന്നപ്പള്ളിയുടെ ഭൂരിപക്ഷമായ 295 വോട്ടിൽ നിന്നും ലീഡ് 135 വോട്ടുകളായി കുറഞ്ഞു. മറ്റ് കൌണ്ടിംഗ് സ്റ്റേഷനുകളായ വെള്ളാവൂർ, നെടുങ്കുന്നം സെന്ററുകളിലും റീകൌണ്ടിംഗ് വേണമെന്നാവശ്യപ്പെട്ട് ജോളി മടുക്കക്കുഴി പരാതി നൽകിയിട്ടുണ്ട്. ഇത് കളക്ടർ അംഗീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് LDFന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ക്രിസ്മസ് കേക്ക് വിപണി സജീവമായി. രുചി വൈവിധ്യമാണ് ഇത്തവണയും കേക്ക് വിപണിയെ കീഴടക്കുന്നത്. വിവിധതരം കേക്കുകൾ ഉണ്ടെങ്കിലും പ്ലം കേക്ക് തന്നെയാണ് താരം. ക്രിസ്മസ് രാവുകൾക്ക് മധുരം പകരാൻ കേക്ക് വിപണി സജീവം. ബേക്കറികളിലെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള കേക്കുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. രുചി വൈവിധ്യമാണ് ഇത്തവണയും വിപണിയെ കീഴടക്കുന്നത്. പ്ലം കേക്കുകൾ കൂടാതെ പൈനാപ്പിൾ, കാരറ്റ്, ഓറഞ്ച്, മാംഗോ, വാനില, ബട്ടർ സ്കോച്ച്, പുഡിംഗ് കേക്ക്, എഗ്ലെസ്, മില്ലറ്റ് പ്ലം കേക്ക്, മാർബിൾ, കാരമൽ കേക്കുകൾ തുടങ്ങി വൈവിധ്യങ്ങളുടെ കലവറയാണ് ഓരോ ബേക്കറിയിലും. ഡെക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾക്കും നല്ല ഡിമാൻഡാണ്. മുന്തിരിയും കശുവണ്ടി പരിപ്പും നിറഞ്ഞു നിൽക്കുന്ന പ്ലം കേക്കുകൾ തന്നെയാണ് വിപണിയിലെ താരം. പ്ലം കേക്കിൽ തന്നെ വിവിധ രുചികളിലുള്ള കേക്കുകളുമുണ്ട്. പല ബേക്കറികളും തനതായ രീതിയിലുള്ള കേക്കുകൾ തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ 2025 ക്രിസ്മസ് വിപണി സജീവമായിരിക്കുകയാണ്. ഇപ്രാവശ്യം കൊട്ടാരം സ്വീറ്റ് ഹൗസിൻ്റെ വിവിധ തരം കേക്കുകളാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്ലം കേക്ക് തന്നെ നമുക്ക് 9 വെറൈറ്റി പ്ലം കേക്കുകളാണ് വരുന്നത്. പ്ലം കേക്ക്, റിച്ച് പ്ലം, റം ആൻഡ് റൈസിൻ, പ്രീമിയം പ്ലം, എക്സോട്ടിക് പ്ലം കേക്ക്, ഇംഗ്ലീഷ് പ്ലം, അതുകൂടാതെ നമുക്ക് മില്ലറ്റ് പ്ലം കേക്ക്, എഗ്ലെസ് പ്ലം കേക്ക്, ഷുഗർ ഫ്രീ പ്ലം കേക്ക്, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാർബിൾ കേക്ക്, ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്, ഓറഞ്ച് കേക്ക്, അങ്ങനെ പലതരം കേക്കുകൾ ഈ പ്രാവശ്യം നമ്മുടെ 2020 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡയറ്റ് ചെയ്യുന്നവർക്കായുള്ള ഷുഗർ ഫ്രീ കേക്കുകളും ലഭ്യമാണ്. 400 ഗ്രാമിന് 195 രൂപയാണ് പ്ലം കേക്കിന്റെ വില. 2200 രൂപ വരെ വിലയുള്ള കേക്കുകൾ ലഭ്യമാണ്. ക്രിസ്തുമസ് അടുക്കുന്നതോടെ വിപണി കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നടി ആക്രമണ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ കോട്ടയത്ത് ഐക്യദാർഢ്യ സമ്മേളനം. അവൾക്കൊപ്പം എന്ന പേരിലായിരുന്നു ഐക്യദാർഢ്യം. നടി ആക്രമണ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ കോട്ടയത്ത് ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. അവൾക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഫ്ലാഷ് മോബ് അടക്കം നടന്നു. KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ നിർത്തിവെപ്പിച്ച സാമൂഹ്യ പ്രവർത്തക ലക്ഷ്മി R. ശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹം ഒന്നാകെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണമെന്നും സൂത്രധാരന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പൊതുജനം മുഴുവൻ നമ്മളുടെ അതിജീവിതയോടൊപ്പം നിന്നുകൊണ്ട് ഈ കേസ് സത്യത്തില് ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഈ വിഷയത്തിൽ ആ സാമൂഹ്യ ബഹിഷ്കരണം ദിലീപിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾ എറണാകുളത്തെ സംഭവം കണ്ടതാണ്. എറണാകുളത്ത് ഒരു ക്ഷേത്രത്തില്, ദിലീപ് പോകുന്ന ക്ഷേത്രത്തില് രസീത് വിതരണത്തിന്റെ ഉദ്ഘാടനം ദിലീപിനെ കൊണ്ട് വെച്ചു. അവിടുത്തെ സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചു. ആ ഇത് മാറ്റിവെച്ചു. ഞാൻ പിന്മാറിയെന്നാണ് ദിലീപ് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, അവിടുന്ന് അവര് പിന്മാറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സ്ത്രീകൾ ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ ഈ നിഷ്ഠൂരനായ, നികൃഷ്ടനായ ഈ മനുഷ്യന്റെ സിനിമ, വരുന്ന സിനിമകളാണെങ്കിലും അത് പൂർണ്ണമായും അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു മറുപടി കൊടുക്കണം. മിനി കെ ഫിലിപ്പ്, ആനിക്കാട് ഗോപിനാഥ്, EV പ്രകാശ്, NK ബിജു തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റാവുത്തർ ഫെഡറേഷൻ 11ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 20 ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ നടക്കും. രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് MKM ഹനീഫ അധ്യക്ഷനാകും. SI വാഹിദ്, അഡ്വക്കേറ്റ് മെഹബൂബ് ഷെറീഫ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും വലിയ പ്രത്യേകത പ്രശ്നം അവർക്കൊരു പൊളിറ്റിക്കൽ ശക്തിയില്ല. കാരണം അവർ കോൺസെൻട്രേറ്റഡ് അല്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും
പാർട്ടികളിലും അവരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരെ തുല്യ അകലം പാലിക്കുന്നുണ്ട്. ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പ്രവർത്തക സമൂഹം സംഘടിതരാകേണ്ട ഒരു ആവശ്യകതയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളൊരു പ്രമേയം തന്നിട്ടുണ്ട്. നമ്മൾ ഈ സമ്മേളനം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാജ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷന് ഈ മാസം 19-ന് തുടക്കമാകും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3:30-ക്ക് ജപമാലയോടുകൂടി കൺവെൻഷന് തുടക്കം കുറിക്കും. 43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷൻ 19 മുതൽ 23 വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളാമനാൽ നേതൃത്വം നൽകും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഉച്ചകഴിഞ്ഞ് 3:30-ന് ആരംഭിച്ച് രാത്രി 9-ന് സമാപിക്കും. 19-ന് വൈകുന്നേരം 5-ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. രൂപത പ്രൊട്ടോസെഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. കൺവെൻഷൻ ദിനങ്ങളിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാന ദിനമായ 23-ന് വൈകുന്നേരം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകും. ബിഷപ്പ് ഹൗസിൽ നടന്ന പത്രണ സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ സുറമലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് എത്തും. അത് ആദ്യത്തെ ദിവസം കുർബാന കഴിഞ്ഞുള്ള മണിക്കൂറിലാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരും. ഈ കൺവെൻഷൻ അവസാനിക്കുന്ന സമയത്ത് പ്രധാന പ്രസംഗകരായിട്ട് വരുന്നത് മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ തെഡോഷ്യസ് മെത്രാപ്പൊലീത്തയാണ്. അങ്ങനെ ആരംഭത്തിലും അവസാനത്തിലും 2 വലിയ പിതാക്കന്മാരുടെ സാന്നിധ്യം ഈ കൊല്ലത്തെ ഈ ബൈബിൾ കൺവെൻഷൻ ഉണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടാകെ ഒരുക്കമായി. ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് പാപ്പാമാരും ക്രിസ്മസ് ട്രീയുമെല്ലാം വിപണിയിൽ സജീവമായി. ഡിസംബർ എത്തിയ ലോകമെമ്പാടും ആഘോഷങ്ങളുടെ സമയമാണ്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ എല്ലാ വർഷവും ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. വീടുകളിലും ദേവാലയങ്ങളിലും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വർണ്ണവെളിച്ചവുമൊക്കെ ഒരുക്കി ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സമയം. എവിടെ നോക്കിയാലും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ലൈറ്റുകളും നക്ഷത്രങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ളവർ ഭാഷയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ക്രിസ്മസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായതും അതുകൊണ്ട് തന്നെയാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുദേവന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പുനരാവിഷ്കരണമാണ് ഓരോ പുൽക്കൂടും. കാലുകൾക്കിടയിൽ ഒരു തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയും മറിയത്തിന്റെയും ജോസഫിന്റെയും ഒപ്പം ആട്ടിടയന്മാരും 3 രാജാക്കന്മാരും എല്ലാം കൃത്യമായി പുൽക്കൂടിലുണ്ടാകും. ഇറ്റാലിയൻ പോളി മാർബിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ക്രിപ്സെറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രിയമേറുന്നത്. വിവിധ ഡിസൈനുകളിലും വലുപ്പങ്ങളിലുമുള്ള ക്രിപ്സെറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. ക്രിസ്മസ് നക്ഷത്രമില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമാകില്ല. 3 രാജാക്കന്മാർക്ക് ഉണ്ണിയേശുവിലേക്കുള്ള വഴികാട്ടിയായത് നക്ഷത്രമാണ്. അന്ന് ബത്ലഹേമിൽ തെളിഞ്ഞ നക്ഷത്രത്തിന്റെ പ്രതീകമാണ് ക്രിസ്മസ് കാലത്ത് നാം ഓർമ്മ പുതുക്കി തൂക്കുന്ന നക്ഷത്രങ്ങൾ. വിപണിയിൽ ഇന്ന് 82ഓളം വിവിധ ഡിസൈനുകളിൽ LED നക്ഷത്രങ്ങളും പേപ്പർ നക്ഷത്രങ്ങളും ലഭ്യമാണ്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് റീത്തുകൾ, പല നിറങ്ങളിലുള്ള നിയോൺ ലൈറ്റുകൾ തുടങ്ങിയവയെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച വിപണിയിൽ തയ്യാറായിട്ടുണ്ട്. വരും വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നല്ലൊരു തിരക്ക് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ പണ്ട് പേപ്പർ സ്റ്റാർ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ 1-ാം തീയതി പേപ്പർ സ്റ്റാർ ഇടുക എന്ന് മാത്രമുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പം LED സ്റ്റാറിൻ്റെയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. LED സ്റ്റാർ വിവിധ വർണ്ണങ്ങളിലുള്ള സാധനങ്ങളുണ്ട്. പല പല കളറിൽ 82 ഡിസൈൻ വരെയുള്ള സ്റ്റാറുകൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ ക്രിപ്സെറ്റുകൾ, ഇപ്പോൾ ക്രിപ്സെറ്റ് പഴയ മണ്ണിൻ്റെ സെറ്റിൻ്റെ കാലം പോയിട്ട് പോളി മാർബിളിൻ്റെ, അതായത് വിദേശത്ത് നിന്ന് വരുന്ന ചൈനീസ് ഉൾപ്പെടെ ഇറ്റാലിയൻ സാധനങ്ങളാണ് മാർക്കറ്റിൽ ഇപ്പം വിപണിയിൽ കീഴടക്കിയിരിക്കുന്നത്. അതിൻ്റെ റേറ്റുകൾ ഒരു 1000-1200 തൊട്ട് 10,000-15,000 രൂപ വരെയുള്ള സെറ്റുകളുണ്ട്. അതായത് ഭയങ്കര ഫിനിഷിങ്ങുള്ള സെറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അത് ഗോൾഡ് തന്നെയുണ്ട്, വൈറ്റ് തന്നെയുണ്ട്, അങ്ങനെ മൾട്ടി കളറിലുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സെറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ പുൽക്കൂടുകൾ, പണ്ട് ചൂരിലും ഈറ്റയുള്ള സാധനങ്ങൾ മാറിയിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള സാധനങ്ങളോ പുല്ല് മേഞ്ഞ പുൽക്കൂടുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റവും മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അതിൽ 250 തൊട്ട് ഒരു 3000 വരെയുള്ള, അതായത് വലിയൊരു കൂടിൻ്റെ മുൾക്കുള്ള സാധനം വരെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ LED ലൈറ്റുകളുടെ ഒരു മായാലോഹമാണ് ഇപ്പോൾ ഉണ്ട്. LED ലൈറ്റുകൾ ഇപ്പം വാമുള്ള LED ലൈറ്റുകളാണ് ഏറ്റവും ഡിമാൻഡ്. ഇപ്പം വാം ലൈറ്റ് എത്ര വെച്ച് കഴിഞ്ഞാലും നമുക്ക് തികയുന്നില്ല. അതുപോലെയാണ്
എങ്ങും ആഘോഷങ്ങൾ നിറയുമ്പോൾ നമ്മിൽ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസും കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. പിണറായി വിജയൻ സർക്കാർ കെയർ ടേക്കർ സർക്കാരായി മാറിയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇടതുമുന്നണിക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അഭിപ്രായം. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ വോട്ടെണ്ണലിൽ അപാകതയെന്ന് ആക്ഷേപം. റീകൌണ്ടിംഗ് ആവശ്യവുമായി ജോളി മടുക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്രിസ്മസ് ദിനങ്ങൾക്ക് മധുരം പകർന്ന് കേക്ക് വിപണി സജീവം. ബേക്കറികൾ ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറ. പ്ലം കേക്ക് തന്നെ താരം. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി UDF-ൽ ചർച്ച തുടങ്ങി. ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാൻ UDF. ജില്ലാ പഞ്ചായത്തിൽ ജോഷി ഫിലിപ്പ് അധ്യക്ഷനായേക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.